ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ലേൺ നൗ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പി എൻ ജംഗ്ഷൻ ഡയോഡ്സുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ സെമി കണ്ടക്ടർ ഡയോഡ് യൂസ്ഡ് ആസ്? സെമി കണ്ടക്ടർ ഡയോഡ് യൂസ് ചെയ്യുന്നത്, അതിൻ്റെ യൂസ് ആണ് ഓസിലേഷൻ, ഓസിലേറ്റർ, ആംപ്ലിഫയർ, റെക്ടിഫയർ, മോഡുലേറ്റർ. എന്താണ് സെമി കണ്ടക്ടർ ഡയോഡ് യൂസ് ചെയ്യുന്നത്? റെക്ടിഫയർ ആണ് അല്ലേ, റെക്ടിഫയർ ആണ്. ഓസിലേഷൻ അല്ലെങ്കിൽ ആംപ്ലിഫിക്കേഷൻ അല്ല, റെക്ടിഫിക്കേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ സെമി കണ്ടക്ടർ ഡയോഡ് യൂസ് ചെയ്യുന്നത്. നമ്മൾ സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു യൂണി ഡയറക്ഷൻ. ഐഡിയൽ കേസിൽ ഒരു സെമി കണ്ടക്ടർ ഡയോഡ് ഫോർവേഡ് ബയസിൽ കണക്ട് ചെയ്യുമ്പോഴാണ് കണ്ടക്ട് ചെയ്യുന്നതെന്ന് നമ്മൾ പറയാറ്. റിവേഴ്സ് ബയസിൽ കണ്ടക്ഷൻ ഇല്ല എന്നാണ് ഐഡിയൽ കേസിൽ പറയുക. പക്ഷെ പ്രാക്ടിക്കൽ കേസിൽ ഒരു മൈനോറിറ്റി കാരിയേഴ്സ് മൂലമുള്ള ചെറിയൊരു കറണ്ട്, സ്മോൾ കറണ്ട് അതുവഴി ഫ്ലോ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി യൂസ് ചെയ്യുന്നതാണ് റെക്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. റെക്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എ സി ടു ഡി സി കൺവേർഷനെയാണ് നമ്മൾ റെക്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ഓൾട്ടർനേറ്റിംഗ് കറണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിനെ ഡയറക്റ്റ്, ആക്ച്വലി നമ്മൾ ഡയോഡ് വെച്ചിട്ട് ഡയറക്റ്റ് കറണ്ടായിട്ട് അങ്ങ് പറ്റത്തില്ല, പക്ഷേ യൂണി ഡയറക്ഷണൽ കറണ്ട് നമുക്ക് ഫോം ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ സെമി കണ്ടക്ടറിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് റെക്ടിഫിക്കേഷൻ ആണ്. ഓക്കെ, സെമി കണ്ടക്ടർ ഫോർവേഡ് ബയസിൽ കണക്ട് ചെയ്യുമ്പോൾ, ഫോർവേഡ് ബയസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഡയോഡിൻ്റെ പി എൻ ജംഗ്ഷൻ പോസിറ്റീവ് സൈഡ് എന്ന് പറയുന്നത് ബാറ്ററിയുടെ പോസിറ്റീവും, നെഗറ്റീവ് എൻ സൈഡ് എന്ന് പറയുന്നത് ബാറ്ററിയുടെ നെഗറ്റീവുമായിട്ട് കണക്ട് ചെയ്യുന്നതിനെ നമ്മൾ ഫോർവേഡ് ബയസ് എന്ന് പറയും. ഫോർവേഡ് ബയസിൽ നമ്മൾ ഡയോഡ് കണക്ട് ചെയ്യുമ്പോൾ ഇവിടെ എന്താണ്? ഇവിടെ കണ്ടക്ഷൻ നടക്കുന്നു. ഇവിടെയുള്ള ഡിപ്ലീഷൻ റീജിയൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് കുറവായിരിക്കും. അതേസമയം തിരിച്ചാണ് ബാറ്ററി കണക്ട് ചെയ്യുന്നതെങ്കിൽ അതിന് നമ്മൾ റിവേഴ്സ് ബയസ്, അതായത് നമ്മുടെ പി എൻ ജംഗ്ഷൻ ഡയോഡിൻ്റെ പി ടൈപ്പ് എന്ന് പറയുന്നത് ബാറ്ററിയുടെ നെഗറ്റീവിലും എൻ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ബാറ്ററിയുടെ പോസിറ്റീവിലുമാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഇതിനെ റിവേഴ്സ് ബയസ് എന്ന് പറയും. ഇവിടെയാണെങ്കിൽ ഡിപ്ലീഷൻ റീജിയൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് കൂടുതലായിരിക്കും, കണ്ടക്ഷൻ എന്ന് പറയുന്നത് കുറവായിരിക്കും, കറണ്ട് ഫ്ലോ എന്ന് പറയുന്നത് നെഗ്ലിജിബിൾ ആയിരിക്കും, അല്ലെങ്കിൽ വളരെ വളരെ ചെറുതായിരിക്കും. അപ്പോൾ ഡയോഡിൻ്റെ ഈ ഒരു പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ടാണ് നമ്മൾ റെക്ടിഫിക്കേഷൻ. അത് ഒരു ഡയോഡ് നമ്മൾ കണക്ട് ചെയ്യുന്ന ഒരു ഡയോഡ് ഇൻപുട്ട് ഇവിടെ സപ്ലൈ വോൾട്ടേജ് കൊടുക്കുന്നു, ഔട്ട്പുട്ടിൽ ഒരു റെസിസ്റ്റൻസ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു സൈൻ വേവ് കൊടുക്കുകയാണ്. സൈൻ വേവിൻ്റെ പോസിറ്റീവ് പീക്ക് വരുമ്പോൾ ഡയോഡ് കണ്ടക്റ്റ് ആവും, നമുക്ക് ഔട്ട്പുട്ടിൽ പോസിറ്റീവ് പീക്ക് കിട്ടും. നെഗറ്റീവ് വോൾട്ടേജ് വരുമ്പോൾ ഡയോഡ് റിവേഴ്സ് ബയസിലല്ലേ, അപ്പോൾ അവിടെ ഔട്ട്പുട്ടിലൊന്നും കിട്ടുന്നില്ല. പിന്നെ അടുത്ത പോസിറ്റീവ് വരുമ്പോൾ അതിനെ കണ്ടക്ട് ചെയ്യുന്നു, നെഗറ്റീവ് ഇല്ല, അങ്ങനെ. അപ്പോൾ എന്താണ്? നമ്മുടെ ഒരു ബൈ ഡയറക്ഷനിലായിട്ടുള്ള സൈൻ വേവ് നമ്മൾ ഇൻപുട്ടിൽ കൊടുക്കുമ്പോൾ നമുക്ക് ഔട്ട്പുട്ടിൽ ഒരു യൂണി ഡയറക്ഷണൽ ഔട്ട്പുട്ട് വേവ് ഫോമാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ അത് എ സി ടു ഡി സി കൺവേർഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഡയോഡിനെ യൂസ് ചെയ്യുന്നത്. സോ ഇവിടെ ആൻസർ റെക്ടിഫയർ ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് വിൽ ഹാപ്പൻ വെൻ എ പി എൻ ഡയോഡ് ഇസ് റിവേഴ്സ് ബയസ്? അപ്പോൾ ഇപ്പം തന്നെ പറഞ്ഞു നമ്മൾ പി എൻ ഡയോഡ് റിവേഴ്സ് ബയസിൽ കണക്ട് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുക? കറണ്ട് ഫ്ലോ ഇല്ല, ദ ഡിപ്ലീഷൻ റീജിയൻ ഈസ് ഇൻക്രീസ്, ഡിപ്ലീഷൻ റീജിയൻ ഈസ് റെഡ്യൂസ്, ദ ഹൈറ്റ് ഓഫ് ദ പൊട്ടൻഷ്യൽ ബാരിയർ ഈസ് റെഡ്യൂസ്. ഇവിടെ എന്താണ്? കറണ്ട് ഇല്ല എന്ന് പറയാൻ പറ്റൂലല്ലേ, മൈനോറിറ്റി കാരിയർ മൂലം ഒരു മൈക്രോ ആംബിയർ റേഞ്ചിൽ കറണ്ട് ഉണ്ട്. അപ്പോൾ ഇവിടെ പി എൻ ജംഗ്ഷൻ ഡയോഡ് റിവേഴ്സ് ബയസിൽ കണക്ട് ചെയ്യുമ്പോൾ കറക്റ്റ് ആൻസർ എന്ന് ഇവിടെ പറയുന്നത് ഡിപ്ലീഷൻ റീജിയൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്യുകയാണ്. ഫോർവേഡ് ബയസിലാണെങ്കിൽ ഡിപ്ലീഷൻ റീജിയൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് കുറയുകയാണ്. ഓക്കെ, ഇവിടെ ആൻസർ ഈസ് ഓപ്ഷൻ ബി, ഡിപ്ലീഷൻ റീജിയൻ ഈസ് ഇൻക്രീസ്ഡ്. What accounts for the flow of charge carriers in forward and reverse biasing of silicon PN diode? Drift in forward bias, diffusion in forward bias, drift in reverse, diffusion in forward, drift in both reverse and forward, diffusion in both forward and reverse. എന്താണ് ഈ ഡ്രിഫ്റ്റും ഡിഫ്യൂഷനും ഒക്കെ? ഇപ്പം നമ്മൾ പറഞ്ഞു ഫോർവേഡ് ബയസിൽ കണക്ട് ചെയ്യുമ്പോഴാണ് മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് മൂലം ഉണ്ടാകുന്ന കറണ്ട് ഉണ്ടാകുന്നത് അല്ലേ. സോ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിഫ്യൂഷൻ കറണ്ട് എന്ന് പറയുന്നത്, ഡിഫ്യൂഷൻ. അതേസമയം റിവേഴ്സ് ബയസിലാണ് ഡയോഡ് കണക്ട് ചെയ്യുമ്പോൾ അവിടെ ചെറിയൊരു കറണ്ട് ഉണ്ടാവുന്നുണ്ട്. അത് എന്താണ്? മൈനോറിറ്റി കാരിയേഴ്സ് മൂലം ഉണ്ടാകുന്ന കറണ്ടാണ്, മൈനോറിറ്റി കാരിയേഴ്സ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡ്രിഫ്റ്റ് എന്ന് പറയുന്നത്, ഡ്രിഫ്റ്റ് കറണ്ട്. സോ ഇവിടെ ആൻസർ ഡ്രിഫ്റ്റ് ഇൻ റിവേഴ്സ് ബയാസ് ആൻഡ് ഡിഫ്യൂഷൻ ഇൻ ഫോർവേഡ് ബയാസ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ ഇൻ ഫോർവേഡ് ബയാസിങ് ഡിഫ്യൂഷൻ കറണ്ട് ഈസ് മോർ ദാൻ ഡ്രിഫ്റ്റ് കറണ്ട്, കാരണം അവിടെ മെജോറിറ്റി കാരിയേഴ്സ് മൂലമുള്ള കറണ്ടാണ് കൂടുതൽ. റിവേഴ്സ് ബയാസിങ്ങിൽ ഡ്രിഫ്റ്റ് കറണ്ട് എന്ന് പറയുന്നതാണ് ഡിഫ്യൂഷനെ അപേക്ഷിച്ച് കൂടുതലായിട്ടുള്ളത്. മൈനോറിറ്റി കാരിയേഴ്സ് മൂലമാണ് അവിടെ കണ്ടക്ഷൻ നടക്കുന്നത്. ഓക്കെ, ഫോർത്ത് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് അക്കൗണ്ട്സ് ഫോർ ദ പ്രസൻസ് ഓഫ് ദ പൊട്ടൻഷ്യൽ ബാരിയർ ഇൻ ദ ഡിപ്ലീഷൻ റീജിയൻ? ഡിപ്ലീഷൻ റീജിയനിൽ പൊട്ടൻഷ്യൽ ബാരിയറിന് കാരണം എന്താണ്? നമ്മുടെ പി ടൈപ്പിൽ നിന്നുള്ള ഹോൾസും ഉണ്ട്, ഇലക്ട്രോൺസും ഉണ്ട്. നമ്മളിവിടെ ബയാസിങ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഹോൾസും ഇലക്ട്രോൺസും ഒക്കെ ഉള്ള മൂവ്മെൻറ്റ്, അല്ലെങ്കിൽ ഈ ജംഗ്ഷനിൽ
ഈ ജംഗ്ഷനിൽ ഇമ്മൊബൈലായിട്ടുള്ള അയോൺസ് അടിഞ്ഞു കൂടിയിട്ടാണ് നമുക്ക് ഡിപ്ലീഷൻ റീജിയൻ ലെയറിൽ ഒരു ബാരിയർ ഫോം ചെയ്യുന്നത്. അയൺസ് എന്ന് പറയുമ്പോൾ ഇലക്ട്രോൺസും വരും, ഹോൾസും കൂടെ ചേർന്നിട്ടുള്ള ഇമ്മൊബൈൽ അയൺസ്. മൂവിങ് അല്ല, മൂവിങ് ഉള്ളത് കാരണം നമുക്കിവിടെ കറണ്ട് ഫ്ലോ ആണ് ഉണ്ടാകുക അല്ലേ. അപ്പോൾ ഇമ്മൊബൈൽ ആയിട്ടുള്ള അയൺസിൻ്റെ പ്രസൻസ് മൂലമാണ് ഒരു പൊട്ടൻഷ്യൽ ബാരിയറിൽ ഈ ജംഗ്ഷനിൽ ഫോം ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ഹോൾസ്, ഇലക്ട്രോൺസ് അങ്ങനല്ല, അയോൺസ് ആണ്, ഇമ്മൊബൈൽ അയോൺസ്. Okay, so potential barrier in the depletion rail is due to the presence of immobile ions. The acceptor and donor atoms will gain negative and positive charges leading to p-n junction formation. അപ്പോൾ അതായത് ഇപ്പോൾ നമ്മളൊരു p-n junction എടുക്കുകയാണ്, നമ്മൾ ഫോർവേഡ് ബയസിലെ കാര്യം തന്നെ നോക്കിക്കേ. നമ്മളിവിടെ ഒരു ഫോർവേഡ് ബയാസ് കൊടുക്കുമ്പോൾ ഈ പി ടൈപ്പിലുള്ള ഹോൾസ് ഇവിടെ പോസിറ്റീവാണ്. പോസിറ്റീവ് അല്ലെങ്കിൽ സെയിം ചാർജ് റിപ്പലാണ് ചെയ്യുന്നത് അല്ലേ. സോ ഈ ഹോൾസ് എന്ന് പറയുന്നത് ജംഗ്ഷൻ ക്രോസ് ചെയ്ത് ഇങ്ങോട്ടേക്ക് പോകും, ഓപ്പോസിറ്റ് ചാർജുള്ള എൻ റീജിയനിലേക്ക് പോവാണ്. ഇവിടെയുള്ള ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് ഇവിടെ നെഗറ്റീവ് സപ്ലൈയുടെ നെഗറ്റീവ് സൈഡ് ആയതുകൊണ്ട് തന്നെ ഇലക്ട്രോൺസും ജംഗ്ഷൻ ക്രോസ് ചെയ്ത് ഇങ്ങോട്ടേക്ക് വരികയാണ് അല്ലേ. കുറച്ച് നേരം അവർ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്ത് കഴിഞ്ഞ് ജംഗ്ഷനിൽ എന്താണ് ഈ ഹോൾസും ഇലക്ട്രോൺസും കൂടെ ചേർന്നിട്ട് ഒരു ന്യൂട്രലൈസ് ആയിട്ടൊരു ജംഗ്ഷൻ ഇവിടെ ഫോം ചെയ്യുകയാണ്. ഓക്കെ, അത് ഇമ്മൊബൈലാണ്, അവർക്ക് മൂവിങ് ഇല്ല, ന്യൂട്രലൈസ്ഡ് ആയിട്ടൊരു റീജിയൻ ആണ് ആ ജംഗ്ഷനിലുള്ളത്. ഓക്കെ, സോ ഇമ്മൊബൈൽ അയൺസ് മൂലമാണ് പൊട്ടൻഷ്യൽ ബാരിയർ ഉണ്ടാകുന്നത്. റിവേഴ്സ് ബയസ് ആകുമ്പോൾ അതിൻ്റെ വെടുത്ത് കൂടുകയാണ്. സോ ദ റിവേഴ്സ് കറണ്ട് ഇൻ എ ഡയോഡ് ഈസ് ഓഫ് ദ ഓർഡർ ഓഫ് റിവേഴ്സ് കറണ്ട്. ഓർഡർ എന്താണ്? റിവേഴ്സ് കറണ്ട് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കുമല്ലോ, അതിന് ഓർഡർ ഓഫ് മൈക്രോ ആംബിയർ ആണ്. അതുപോലെ തന്നെ ഫോർവേഡ് കറണ്ട് നോർമലി മില്ലി ആംബിയർ റേഞ്ചും ആയിരിക്കും, റിവേഴ്സ് കറണ്ട് മൈക്രോ ആംബിയർ റേഞ്ചിലാണെങ്കിലും വളരെ വളരെ കുറവായിരിക്കും. ഫോർവേഡ് വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് സിലിക്കൺ ഡയോഡ്. സിലിക്കൺ ഡയോഡിന് അക്രോസ് ഉള്ള ഫോർവേഡ് വോൾട്ടേജ് ഡ്രോപ്പ് എത്രയാണ്? ഒരു പർട്ടിക്കുലർ വോൾട്ടേജിന് ശേഷമാണ് അത് കണ്ടക്ട് ചെയ്യാൻ തുടങ്ങുക അല്ലേ. ഇപ്പോൾ നമ്മളതിൻ്റെ വി ഐ ക്യാരി എടുക്കുകയാണെങ്കിൽ തന്നെ ഒരു പർട്ടിക്കുലർ വോൾട്ടേജിന് ശേഷമാണ് അത് കണ്ടക്ട് ചെയ്യാനായിട്ട് തുടങ്ങുക അല്ലേ. ആ ഒരു കട്ടിൻ വോൾട്ടേജ് എന്ന് പറയുന്നത്, ആ വോൾട്ടേജ് ഡ്രോപ്പ് അതെന്ന് പറയുന്നത് എത്രയാണ്? സിലിക്കൺ ഡയോഡ് ആണെന്നുണ്ടെങ്കിൽ അത് 0.7 ആണ്. 0.7 to 0.8 ഒക്കെ വരും, ചില കേസുകൾ 0.8 എന്ന് കാണാറുണ്ട്. ഇൻ ജെർമേനിയം ആണെന്നുണ്ടെങ്കിൽ അത് എത്രയാണ്? 0.3 to 0.4 വോൾട്ട് ഒക്കെ ആയിട്ട് വരും, ആ ഒരു റേഞ്ച് ആയിരിക്കും. ഓക്കെ, സോ ഇവിടെ ആൻസർ 0.7 വോൾട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 7th ക്വസ്റ്റ്യൻ. ഇഫ് എ പോസിറ്റീവ് വോൾട്ടേജ്, ഒരു വോൾട്ടേജ് അത് പോസിറ്റീവ് ആണ്, ഇസ് കണക്റ്റഡ് ടു ആൻ എൻ ടൈപ്പ് സെമി കണ്ടക്ടർ ത്രൂ എ മെറ്റൽ പ്ലേറ്റ്, ദ ബാരിയർ ഇൻ ബിറ്റ്വീൻ. അപ്പം സെമി കണ്ടക്ടർ എൻ ടൈപ്പ്, ഇവിടെ പി ഉണ്ട് എൻ ഉണ്ട്, ആ എൻ ടൈപ്പിലാണ് നമ്മൾ പോസിറ്റീവ് അപ്ലൈ ചെയ്യുന്നത്. പി ടൈപ്പിൽ അപ്പോൾ നെഗറ്റീവ് ആയിരിക്കുമല്ലോ. അപ്പോൾ ഇത് ഏത് കണക്ഷനായി? ഇത് റിവേഴ്സ് ബയസ് കണക്ഷനാണ്. റിവേഴ്സ് ബയസ് കണക്ഷനിൽ വരുമ്പോൾ ബാരിയർ എന്താണ് കൂടുക? ജംഗ്ഷൻ എന്താണ് ചെയ്യുക? ബാരിയർ ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുക. ബാരിയർ വിൽ ഇൻക്രീസ്. സോ ഇവിടെ ആൻസർ ഓപ്ഷൻ എ ആണ്, അല്ലെങ്കിൽ ഓപ്ഷൻ 1 ആണ്. ബാരിയർ വിൽ ഇൻക്രീസ്. നെക്സ്റ്റ് സെനർ ഡയോഡ്. സെനർ ഡയോഡ് എന്ന് പറയുന്നത്, സെനർ ഡയോഡ് എന്താണ്? നമ്മുടെ പി എൻ ജംഗ്ഷൻ സെനർ എന്ന് പറയുന്നത് നമ്മുടെ ഡയോഡ് റിവേഴ്സ് ബയസിൽ കണക്ട് ചെയ്യുമ്പോൾ, ഫോർവേഡ് ബയസിൽ സാധാ ഡയോഡ് പോലെ ഡയോഡ് റിവേഴ്സ് ബയസിൽ കണക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഇതിൻ്റെ ഐ വി ക്യാരി ആണെങ്കിൽ ഇപ്പോൾ ഒരു പർട്ടിക്കുലർ വോൾട്ടേജ് വരെ അത് ജസ്റ്റ് ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് നോർമലൊക്കെ പോലെ ചെറിയൊരു കറണ്ട് ഉണ്ട് ഓരോ വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച്. പക്ഷേ ഒരു പർട്ടിക്കുലർ വോൾട്ടേജ്, നമ്മളതിനെ സെനർ വോൾട്ടേജ് എന്ന് പറയാം, ഈ സെനർ വോൾട്ടേജ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്താണ്? പിന്നെ കറണ്ട് ഇൻക്രീസ് ചെയ്ത് പോകും, പക്ഷേ അതിനനുസരിച്ച് വോൾട്ടേജിന് ഇൻക്രീസ് ആകത്തില്ല. അതൊരു ആ വോൾട്ടേജ്, ആ പർട്ടിക്കുലർ വോൾട്ടേജ് തന്നെ സ്റ്റേബിളായിട്ട് നിൽക്കും, പക്ഷേ കറണ്ട് ഇൻക്രീസ് ചെയ്യും. ഓക്കെ, അതായത് അപ്പോൾ ഇവിടെ നമ്മൾ എന്താണ്? വോൾട്ടേജ് റെഗുലേറ്ററായിട്ട് നമുക്ക് സെനറിനെ യൂസ് ചെയ്യാം. ആംപ്ലിഫിക്കേഷൻ ഒന്നും പറ്റത്തില്ല, റെക്ടിഫിക്കേഷനും പറ്റത്തില്ല, റിവേഴ്സ് ബയസിലാണ്. സെനർ റിവേഴ്സ് ബയസിലാണ് കണക്ട് ചെയ്യുന്നത്. ഇവിടെ ഒരു പർട്ടിക്കുലർ റിവേഴ്സ് വോൾട്ടേജിന് ശേഷം കറണ്ട് നല്ല പെട്ടെന്ന് ഒരു അബ്രപ്റ്റ് ചേഞ്ച് ഉണ്ടാവും, ഇൻക്രീസ് ചെയ്യും, പക്ഷേ വോൾട്ടേജിന് ചേഞ്ച് ഒന്നും സംഭവിക്കത്തില്ല. സോ ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ സെനർ ഡയോഡിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സെനർ ഡയോഡ് ഈസ് യൂസ്ഡ് ആസ് എന്താണ്? ഒരു വോൾട്ടേജ് റെഗുലേറ്റർ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സെനർ ഡയോഡ് ഈസ് ഓൾവേസ്, ഇപ്പം ഞാൻ പറഞ്ഞു എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്? റിവേഴ്സ് ബയസിലാണ്. ഫോർവേഡ് ബയസിൽ കണക്ട് ചെയ്യുമ്പോൾ അതൊരു നോർമൽ ഡയോഡ് പോലെയാണ് ആക്ട് ചെയ്യുന്നത്. സെനർ ഡയോഡ് ഈസ് ഓൾവേസ് കണക്റ്റഡ് ഇൻ റിവേഴ്സ് ബയസ് ആണ്, റിവേഴ്സ് ബയസ് കണക്ഷനാണ് സെനറിന്. ഇൻ ദ ബ്രേക്ക് ഡൗൺ റീജിയൻ എ സെനർ ഡയോഡ് ബിഹേവ്സ് ലൈക്ക് എ ബ്രേക്ക് ഡൗൺ റീജിയനിൽ എന്താണ് ഇപ്പോൾ പറഞ്ഞു നമ്മൾ? ബ്രേക്ക് ഡൗൺ റീജിയനിൽ, അതായത് ആ റീജിയൻ ഒരു പർട്ടിക്കുലർ വോൾട്ടേജിന് ശേഷം സഡൻ ഇൻക്രീസ് സംഭവിക്കുന്നത് ഈ റീജിയനാണ് ബ്രേക്ക് ഡൗൺ. ഇവിടെ വെച്ചാണ് സംഭവിക്കുന്നത്, ഇവിടെ വെച്ചാണ് ബ്രേക്ക് ഡൗൺ സംഭവിക്കുന്നത്. ബ്രേക്ക് ഡൗണിന് ശേഷം അല്ലെങ്കിൽ ആ ബ്രേക്ക് ഡൗൺ റീജിയനിൽ സെനർ ഡയോഡ് എന്തായിട്ടാണ്? അവിടെ വോൾട്ടേജ് കോൺസ്റ്റൻ്റ് ആണ്, കറണ്ടാണ് കൂടി വരിക, വോൾട്ടേജ് കോൺസ്റ്റൻ്റ് ആണ്. സോ അവിടെ ഒരു കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് സോഴ്സ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. 11th ക്വസ്റ്റ്യൻ. വൈ ഈസ് ദെയർ എ സഡൻ ഇൻക്രീസ് ഇൻ കറണ്ട് ഇൻ സെനർ ഡയോഡ്? സെനർ ഡയോഡിൽ ഈ സഡൻ ഇൻക്രീസ് ഓഫ് കറണ്ട് ഉണ്ടാവാനുള്ള കാര്യം എന്താണ്? അതായത് നമ്മൾ സെനർ ഡയോഡിൽ
ഒരു റിവേഴ്സ് വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്നു. ഓക്കെ, സെനർ ഡയോഡിൽ നമ്മളൊരു റിവേഴ്സ് വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്നു. റിവേഴ്സ് ബയസ്ഡ് വോൾട്ടേജ് കൂടുന്നതിനനുസരിച്ച് അവിടെ ജംഗ്ഷനിലുള്ള ഇലക്ട്രിക് ഫീൽഡിൻ്റെ എനർജിയും കൂടുകയാണ് അല്ലേ. അപ്പോൾ ഈ ജംഗ്ഷൻ നമ്മൾ പറഞ്ഞു ഇമ്മൊബൈൽ ആയിട്ടുള്ള അയൺസ് ഈ ജംഗ്ഷനിൽ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അതൊരു പി എൻ ജംഗ്ഷൻ തന്നെയാണല്ലോ. ഈ ഇലക്ട്രിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് കൂടുന്നതിനനുസരിച്ച് ഈ ജംഗ്ഷനിലുള്ള ഇമ്മൊബൈൽ അയൺസ് ഈ ഇലക്ട്രിക് ഫീൽഡിനെ അബ്സോർബ് ചെയ്തിട്ട് ഇവിടെയുള്ള കോവാലന്റ് ബോണ്ട് ബ്രേക്ക് ആവുകയാണ്. കോവാലന്റ് ബോണ്ട് ബ്രേക്ക് ആവുമ്പോൾ ഇവിടെയുള്ള ഹോൾസും ഇലക്ട്രോൺസും ഫ്രീ ആവും. അതായത് ചാർജ് ക്യാരിയേഴ്സ് കൂടുകയാണ്. ചാർജ് ക്യാരിയേഴ്സ് കൂടുന്നതിനനുസരിച്ച് കറണ്ട് എന്താണ് പെട്ടെന്ന് ഇൻക്രീസ് ആവുകയാണ്. അപ്പം ഇവിടെ കാരണം എന്താണ്? ഡ്യൂ ടു ദ റപ്ചർ ഓഫ് കോവാലന്റ് ബോണ്ടാണ്. ഇതിനെ സെനർ ബ്രേക്ക് ഡൗൺ എന്നാണ് പറയുന്നത്. ഈ ഒരു പ്രോസസ്സിന് റിവേഴ്സ് ബയസ് വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ഇലക്ട്രിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് കൂടുന്നു. സോ നമ്മുടെ ജംഗ്ഷനിലുള്ള ഇമ്മൊബൈൽ അയൺസ് അവിടെ കോവാലന്റ് ബോണ്ട്സ് ബ്രേക്ക് ആവുന്നു. ക്യാരിയേഴ്സിൻ്റെ സ്ട്രെങ്ത് കൂടുകയാണ്, അവർ ഫ്രീ ആവുകയാണ്, അത് മൂവ് ചെയ്യുകയാണ്, കറണ്ട് കൂടുകയാണ്. സോ ഡ്യൂ ടു റപ്ചർ ഓഫ് കോവാലന്റ് ബോണ്ടാണ് ഈ സഡൻ ചേഞ്ച് ഓഫ് ഇൻക്രീസിന് കാരണം സെനർ ഡയോഡിൽ. ഓക്കെ, സോ 12th ക്വസ്റ്റ്യൻ, സെനർ ഡയോഡ് എന്ന് പറയുന്നത് ലീനിയർ ഡിവൈസ് ആണോ, നോൺ ലീനിയർ ആണോ, ആംപ്ലിഫയിങ് ആണോ, അതൊന്നും അല്ലേ? ആംപ്ലിഫയിങ് അല്ല, അപ്പോൾ വോൾട്ടേജ് റെഗുലേറ്ററിന് വേണ്ടിയിട്ടാണ് സെനർ ഡയോഡ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ഡിസ്കസ് ചെയ്തു. ലീനിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ ഒരു VI ക്യാരി എടുക്കുകയാണെങ്കിൽ തന്നെ വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് കറണ്ടിനും ചേഞ്ച് സംഭവിച്ചുകൊണ്ടിരിക്കും, കറസ്പോണ്ടിങ് ചേഞ്ച്. അതിനെ നമ്മൾ ലീനിയർ ഡിവൈസ് എന്ന് പറയും. നോൺ ലീനിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഗ്രാഫ് എങ്ങനെയാണ്? ഇപ്പം നമ്മളിപ്പോൾ എന്താ സെനറിൻ്റെ കാര്യമല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോ സെനറിൽ വോൾട്ടേജ് ഇൻക്രീസ് ചെയ്ത് ഒരു പർട്ടിക്കുലർ വോൾട്ടേജ് ആകുമ്പോൾ ബ്രേക്ക് ഡൗൺ ആകുമ്പോൾ പിന്നെ കറണ്ട് കൂടുകയാണ്. വോൾട്ടേജ് അവിടെ കോൺസ്റ്റൻ്റ് ആയിട്ട് ഇരിക്കുകയാണ്, സെനർ വോൾട്ടേജ് അല്ലേ. അപ്പോൾ ഇത് ലീനിയർ അല്ല. അവിടെ കറണ്ടിനനുസരിച്ച് സെയിം ചേഞ്ച് വോൾട്ടേജ് സംഭവിക്കുന്നുണ്ടോ? ഇല്ല. വോൾട്ടേജും കറണ്ടും ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ആയിരിക്കണം, അല്ലെങ്കിൽ ഓംസ് ലോ സാറ്റിസ്ഫൈ ചെയ്യണം. അങ്ങനെയാണെങ്കിലാണ് ആ ഡിവൈസിനെ ലീനിയർ ഡിവൈസ് എന്ന് പറയുന്നത്. ഇവിടെ അങ്ങനെയല്ല. സോ അതുകൊണ്ട് ഈ ഡിവൈസ് ഒരു നോൺ ലീനിയർ ഡിവൈസ് ആണ് സെനർ ഡയോഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെനർ ഡയോഡ് ഹാസ് ഡാഷ് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ്. അതിനൊരു അൺഡിഫൈൻഡ് ഷാർപ്പ് ഒരു ഷാർപ്പ് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് ആണ് സെനർ ഡയോഡിനുള്ളത്. സെനർ ഡയോഡ് ഈസ് ഓപ്പറേറ്റഡ് അറ്റ് ഹൈ റിവേഴ്സ് വോൾട്ടേജ് ആൻഡ് ഫോർ ഹെവിലി ഡോപ്ഡ് ജംഗ്ഷൻ, ലോ റിവേഴ്സ് വോൾട്ടേജ് ഫോർ ഹെവിലി ഡോപ്ഡ്, ഹൈ റിവേഴ്സ് വോൾട്ടേജ് ലൈറ്റ്ലി ഡോപ്ഡ്, ലോ റിവേഴ്സ് വോൾട്ടേജ് ലൈറ്റ്ലി ഡോപ്ഡ്. ഒന്നാമത്തെ കാര്യം നിങ്ങൾ ആലോചിക്കേണ്ടത്, സെനർ എഫക്റ്റ് ഹൈലി ഡോപ്ഡ് ജംഗ്ഷനിലാണ് എഫക്റ്റ് ചെയ്യുന്നത്. ഹൈലി ഡോപ്ഡ് ജംഗ്ഷനും ആയിരിക്കും. റിവേഴ്സ് ബയാസ് വോൾട്ടേജ് എന്ന് പറയുന്നത് ലോയും മതി. ഓക്കെ, സെനർ എഫക്റ്റ് ഈസ് ഓപ്പറേറ്റഡ് അറ്റ് ലോ റിവേഴ്സ് വോൾട്ടേജ് ആൻഡ് ഫോർ ഹെവിലി ഡോപ്ഡ് ജംഗ്ഷൻ. എന്താണ് ഈ ഡോപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? നമുക്കറിയാം, ഒരു പ്യുവർ ഫോം ഓഫ് സെമി കണ്ടക്ടറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ എന്ന് പറയുന്നത്. ഇൻട്രിൻസിക്. ഇപ്പോൾ ഇവിടെ നമ്മുടെ സെമി കണ്ടക്ടർ എന്ന് വെച്ചാൽ കണ്ടക്ടർ പോലെ തന്നെ പെർഫെക്റ്റ് ക്യാരിയർ അല്ല. അപ്പോൾ ഇതിൻ്റെ ക്യാരിയർ അല്ലെങ്കിൽ കണ്ടക്ഷൻ കൂട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ എന്ത് ചെയ്യുന്നു? ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്യുന്നു. ആ പ്രോസസ്സിനെയാണ് നമ്മൾ ഡോപ്പിംഗ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഈ ഇമ്പ്യൂരിറ്റി തന്നെ 2 തരത്തിലുണ്ട്. പെൻറ്റാവാലൻ്റ് ഇമ്പ്യൂരിറ്റിയും ഉണ്ട്, ട്രൈവാലൻ്റ് ഇമ്പ്യൂരിറ്റിയും ഉണ്ട്. ഓക്കെ, ഇപ്പോൾ പെൻറ്റാവാലൻ്റ് ഇമ്പ്യൂരിറ്റി ആണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ അവിടെ ഹോൾസ് ആണ് കൂടുതൽ, അതിനെ നമ്മൾ P ടൈപ്പ് എന്ന് പറയും. ട്രൈവാലൻ്റ് ആണെങ്കിൽ ഇലക്ട്രോൺസ് ആണ് അവിടെ മെജോറിറ്റി ക്യാരിയേഴ്സ് ആണ് വരിക, അതുകൊണ്ട് നമ്മൾ അതിനെ N ടൈപ്പ് എന്ന് പറയും. ഓക്കെ, സോ ഈ P ടൈപ്പിനെ N ടൈപ്പിനോട് ചേർന്നിട്ട് അല്ലെങ്കിൽ ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്യുന്നതിന് ശേഷമുള്ള സെമി കണ്ടക്ടേഴ്സിനെയാണ് നമ്മൾ എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഹെവിലി ഡോപ്ഡ് ആയിട്ടുള്ള ജംഗ്ഷനിലും അതുപോലെ തന്നെ ലോ റിവേഴ്സ് വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്ന കേസുകളിലുമാണ് സെനർ എഫക്റ്റ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ സോ ലോ റിവേഴ്സ് വോൾട്ടേജ് ആൻഡ് ഫോർ ഹെവിലി ഡോപ്ഡ് ജംഗ്ഷൻ. 15th ക്വസ്റ്റ്യൻ, വി ക്യാൻ കണക്ട് ഫോട്ടോ ഡിറ്റക്ടർ ഡയോഡ്. അടുത്ത എന്താണ്? ഫോട്ടോ ഡിറ്റക്ടർ ഡയോഡ്. അതായത് എന്താണ്? ഒരു ഡയോഡ് തന്നെ സെനർ പോലെ തന്നെ ഫോട്ടോ ഡിറ്റക്ടർ ഡയോഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇൻപുട്ടായിട്ട് ഫോട്ടോൺസ് അപ്ലൈ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഡയോഡ് റിവേഴ്സ് ബയസിലാണ് കണക്ഷനും. അപ്പോൾ ഫോട്ടോൺസും ഉണ്ട്, റിവേഴ്സ് ബയസിൽ കണക്ട് ചെയ്യുകയും ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും? ഈ അപ്ലൈ ചെയ്യുന്ന ഫോട്ടോൺസിനനുസരിച്ചുള്ള ഇലക്ട്രിസിറ്റി ഔട്ട്പുട്ടിൽ കിട്ടുകയാണ്. ഫോട്ടോൺസിനെ ലൈറ്റ് എനർജി ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു ഡിവൈസാണ് ഫോട്ടോ ഡിറ്റക്ടർ എന്ന് പറയുന്നത്. സോ ഫോട്ടോ ഡിറ്റക്ടർ എന്ന് പറയുന്നത് അപ്പോൾ ഏത് ബയാസാണ്? കണക്ഷൻ എങ്ങനെയാണ്? ഇവിടെ റിവേഴ്സ് ബയസ് ആണ്. സെനർ പോലെ തന്നെ റിവേഴ്സ് ബയസിൽ വർക്ക് ചെയ്യുന്നതാണ് ഫോട്ടോ ഡിറ്റക്ടർ. പിന്നെ ഇവിടെ ഫോട്ടോൺസും അപ്ലൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഫോട്ടോൺസും ഉണ്ട്, റിവേഴ്സ് ബയസിലാണ് കണക്ഷനും ഫോട്ടോ ഡിറ്റക്ടറിൻ്റെ. അതുപോലെ തന്നെ ഇൻ ഫോട്ടോ ഡയോഡ് ദ ഇലക്ട്രോൺ ഹോൾ പെയേഴ്സ് ആർ എൻജൻഡേർഡ് ഇഫ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു, നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോട്ടോൺസിൻ്റെ എനർജി എന്ന് പറയുന്നത് നമ്മുടെ എനർജി ഗ്യാപ്പിനെക്കാട്ട് കൂടുതലായിരിക്കണം. എന്നാൽ മാത്രമല്ല അതിനെ കണ്ടക്ഷൻ അവിടെ നടക്കത്തുള്ളൂ.
ഓക്കെ, അപ്പോൾ ഈ ഫോട്ടോൺസിൻ്റെ എനർജി ഇ എന്നാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇ ഈസ് ഈക്വൽ ടു എച്ച് ന്യൂ അല്ലെങ്കിൽ എച്ച് എഫ് എന്നുള്ളതാണ് ഇക്വേഷൻ. ഇവിടെ എച്ച് എന്ന് പറഞ്ഞാൽ പ്ലാങ്ക്സ് കോൺസ്റ്റൻ്റ് ആണ്, എഫ് എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസിയാണ്. അപ്പോൾ ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ എഫ് ഇസ് ഈക്വൽ ടു സി ബൈ ലാംഡയാണ്. നമ്മൾ അപ്ലൈ ചെയ്യുന്ന ലൈറ്റിൻ്റെ വേവ് ലെങ്ത് അനുസരിച്ച് ഫ്രീക്വൻസിക്കും വ്യത്യാസം വരും. ആ ഫ്രീക്വൻസി അനുസരിച്ച് ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ എനർജിക്കും വ്യത്യാസം വരും. അപ്പോൾ ഈ ഫോട്ടോൺ, ഇൻസിഡൻറ്റ് ഫോട്ടോണിൻ്റെ എനർജി ഗ്യാപ്പിനെക്കാട്ടിൽ കൂടുതലാണെങ്കിലാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, ഫോട്ടോൺ ഡയോഡ് വർക്ക് ആവുന്നത്. ഓക്കെ, സോ ഫോട്ടോൺ ഡയോഡിൽ ഇലക്ട്രോൺ ഹോൾ പെയേഴ്സ് ആർ എൻജെൻഡേർഡ് ഇഫ് ദ എനർജി ഓഫ് ദ ഇൻസിഡൻറ്റ് ഫോട്ടോൺസ് അല്ലെങ്കിൽ എച്ച് എഫ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഇ ജി, എനർജി ഗ്യാപ്പ് ആവുമ്പോഴാണ്. സോ ഓപ്ഷൻ 2 ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. 17th question, avalanche breakdown primarily be influenced by the phenomenon of the impact ionization, field ionization, particle collision, impurity doping. എന്താണ്? അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കണം എന്താണ് അവലാഞ്ചെ ബ്രേക്ക് ഡൗൺ. നമ്മൾ ഡയോഡ് റിവേഴ്സ് ബയസിൽ കണക്ട് ചെയ്യുമ്പോൾ 2 ടൈപ്പ് ഓഫ് ബ്രേക്ക് ഡൗൺസ് ആണ് ആക്ച്വലി നടക്കുന്നത്. എന്തൊക്കെയാണ്? സെനർ ബ്രേക്ക് ഡൗണും അവലാഞ്ചെ ബ്രേക്ക് ഡൗൺ. സെനർ ബ്രേക്ക് ഡൗൺ എന്ന് പറഞ്ഞാൽ എന്താണ്? റിവേഴ്സ് ബയസ് വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുന്നു. ഇപ്പോൾ എന്താണ് പറയുന്നത്? ഇലക്ട്രിക് ഫീൽഡ് കൂടുന്നു, കോവാലൻ ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നു അല്ലേ, കോവാലൻ ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നു. ആ കോവാലൻ ബോണ്ട് ബ്രേക്ക് ചെയ്യുമ്പം ആ എനർജി അതായത് നമ്മുടെ ജംഗ്ഷനിലുള്ള ഇമ്മൊബൈൽ അയൺസ് ആ ഇലക്ട്രിക് ഫീൽഡ് അല്ലെങ്കിൽ ആ ഹൈ എനർജി അബ്സോർബ് ചെയ്തിട്ട് കോവാലൻ ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നു. സോ അന്നേരം സഡൻ ചേഞ്ച് ഓഫ് കറണ്ട് ഉണ്ടാകുന്നു. അവലാഞ്ചയിലും ഇതേപോലെ തന്നെ റിവേഴ്സ് ബയസ് വോൾട്ടേജ് കൂടുന്നു, ഇലക്ട്രിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് കൂടുന്നു. ഈ ഇലക്ട്രിക് ഫീൽഡിൻ്റെ എനർജി അബ്സോർബ് ചെയ്തുകൊണ്ട് നമ്മുടെ മൂവിങ് ആയിട്ടുള്ള നമ്മുടെ എന്താണ് ക്യാരിയേഴ്സ് ഉണ്ടല്ലോ, ക്യാരിയേഴ്സ് ഈ എനർജി അബ്സോർബ് ചെയ്തിട്ട് ഇതിൻ്റെ സ്പീഡ് കൂടുകയാണ്, വെലോസിറ്റി കൂടുകയാണ്. സ്പെല്ലിങ് തെറ്റി അല്ലേ, സ്പീഡ് അല്ലെങ്കിൽ ഇതിൻ്റെ വെലോസിറ്റി കൂടുകയാണ്. ഓക്കെ, നമ്മുടെ ക്യാരിയേഴ്സിൻ്റെ വെലോസിറ്റി ഇൻക്രീസ് ചെയ്യുകയാണ്. ഇലക്ട്രിക് ഫീൽഡിനെ അബ്സോർബ് ചെയ്തിട്ട് ഇതിൻ്റെ ക്യാരിയേഴ്സിൻ്റെ വെലോസിറ്റി കൂടുകയാണ്. അപ്പോൾ ഇത് ഭയങ്കര സ്പീഡിൽ മൂവ് ചെയ്യാൻ തുടങ്ങുകയാണ്. അപ്പോൾ ഒരു ക്യാരിയർ അടുത്ത ക്യാരിയറിനെ പോയി ഹൈ സ്പീഡിൽ അങ്ങോട്ട് ഇടിക്കുകയാണ്. കൊളീഷൻ അവിടെ നടക്കുന്നത്. അടുത്തത് അത് പിന്നെ അടുത്തതിനെ പോയി ഇടിക്കുകയാണ്. അങ്ങനെ ആ കൊളീഷൻ മൂലമുള്ള ബ്രേക്ക് ഡൗൺ, അന്നേരമാണ് ആ ബ്രേക്ക് ഡൗൺ ഉണ്ടാകുന്നത്. ബ്രേക്ക് ഡൗൺ വരുന്നു, കറണ്ട് എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടെ ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇമ്പാക്റ്റ് അയണൈസേഷൻ എന്നാണ് പറയുന്നത്. ഓക്കെ, ആ കൊളീഷൻ മൂലം ഉണ്ടാകുന്നത്. ഓക്കെ, സോ അതിനെ നമ്മൾ ഇമ്പാക്റ്റ് അയണൈസേഷൻ എന്നാണ് പറയുന്നത്. സോ അവലാഞ്ചെ ബ്രേക്ക് ഡൗണിനകത്ത് ഇമ്പാക്റ്റ് അയണൈസേഷൻ മൂലമാണ് ബ്രേക്ക് ഡൗൺ ഉണ്ടാകുന്നത്. സെനറിൽ എന്തായിരുന്നു? കൊവാലൻ ബോണ്ട് ബ്രേക്ക് ചെയ്യാണ്. സോ 18th question, LED വർക്ക്സ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ്, LED എന്ന് പറഞ്ഞാൽ എന്താണ്? ലൈറ്റ് എമിറ്റിംഗ് ഡയോഡാണ്. അപ്പോൾ നമ്മൾ ഫോർവേഡ് ബയാസിൽ ഒരു ഡയോഡ് കണക്ട് ചെയ്യുന്നു. അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റിക്ക് അനുസരിച്ച് ഫോട്ടോൺസ് അല്ലെങ്കിൽ ലൈറ്റ് വേവ് ജനറേറ്റ് ചെയ്യുന്ന ഡയോഡ്സിനെയാണ് നമ്മൾ ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്സ് എന്ന് പറയുന്നത്. സോ ഇതിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഫോട്ടോ ലുമിനസെൻസ് ആണ്. ഇലക്ട്രിസിറ്റിയെ ലൈറ്റ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഡയോഡാണ് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് അല്ലെങ്കിൽ LED എന്ന് പറയുന്നത്. ഓക്കെ, സോ 19th question, which of the following is operated in forward bias? LED, സെനർ, ഫോട്ടോ ഡയോഡ്, സോളാർ സെൽ. ഇപ്പം നിങ്ങൾക്ക് പറയാവുന്നതേ ഉള്ളൂ അല്ലേ. LED ആണ് ഫോർവേഡ് ബയസിൽ കണക്ട് ചെയ്യുന്നത്, സെനർ റിവേഴ്സ് ബയസിലാണ് കണക്ട് ചെയ്യുന്നത്, ഫോട്ടോ ഡയോഡും റിവേഴ്സ് ബയസിലാണ്. സോളാർ സെൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ സൺ എനർജിയെ അല്ലെങ്കിൽ ഫോട്ടോൺസിനെ ഇലക്ട്രിസിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്യാണ്. ഇവിടെ ബയാസിങ് ഒന്നും കൊടുക്കുന്നില്ല, ഒരു എക്സ്ട്രാ ബയാസിങ് ഒന്നും ഇവിടെ കൊടുക്കുന്നില്ല. സോളാർ സെല്ലിൽ ബയാസിങ് ഇല്ല. സോ LED ആണ് ഫോർവേഡ് ബയസിൽ ഓപ്പറേറ്റ് ചെയ്യുന്നത്. 20th question, which of the following converts light energy to electrical energy? ലൈറ്റ് എനർജിയെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്തതിന് താഴെ തന്നിരിക്കുന്ന ഏതാണ്? LED എന്ന് പറയുന്നത് ലൈറ്റിനെ എമിറ്റ് ചെയ്യാണ്, ഇലക്ട്രിസിറ്റിയെ ലൈറ്റാക്കി മാറ്റുകയാണ്, ഇലക്ട്രിസിറ്റി ടു ലൈറ്റാണ്. സെനർ എന്ന് പറയുന്നത് ലൈറ്റുമായിട്ട് ബന്ധമൊന്നുമില്ല. ഫോട്ടോ ഡയോഡ് ലൈറ്റ് എനർജി ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റുകയാണ്. അതുപോലെ സോളാർ സെല്ലും ആക്ച്വലി ലൈറ്റ് എനർജിയെ സോളാർ എനർജിയാണ് ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. രണ്ടും ആൻസറായിട്ട് വന്നേക്കാം. ഇങ്ങനെയാണ് ഓപ്ഷൻ തരുന്നതെങ്കിൽ ഫോട്ടോ ഡയോഡ് ചൂസ് ചെയ്യുക, ഇല്ലെന്നുണ്ടെങ്കിൽ ഓപ്ഷൻ സി ആൻഡ് ഡി അങ്ങനെ കാണും, ഓപ്ഷനകത്ത് ഉണ്ടാവും കേട്ടോ. അപ്പോൾ റൈറ്റ് ആൻസർ ആക്ച്വലി ഫോട്ടോ ഡയോഡും സോളാർ സെല്ലും ലൈറ്റ് എനർജി ഇലക്ട്രിക്കൽ കറണ്ടാക്കി മാറ്റുന്ന 2 ഡയോഡ്സ് തന്നെയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ വൺ ഓൺ വിച്ച് നോ എക്സ്റ്റേണൽ ബയാസ് ഇസ് അപ്ലൈഡ്. നമ്മളിപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് തന്നെയാണ് നോ എക്സ്റ്റേണൽ ബയാസ് അപ്ലൈ ചെയ്യുന്നത്. സോളാർ സെല്ലിൻ്റെ കേസിലാണ് ബയാസിംഗ് ഒന്നും കൊടുക്കുന്നില്ല. സോ ഇവിടെ ചെറിയൊരു സെനറിൻ്റെ
അത് വേണ്ട പ്രോബ്ലം. അടുത്ത ക്വസ്റ്റ്യൻ 23rd ക്വസ്റ്റ്യൻ. ദ IV ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ആൻ LED. LED-യുടെ IV ക്യാര എങ്ങനെ ഇരിക്കും എന്നുള്ളതാണ്. LED എന്ന് പറഞ്ഞാൽ എന്താ, ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്. സാധാ ഡയോഡ് തന്നെയാണ്. നമ്മുടെ ഇലക്ട്രിസിറ്റി അപ്ലൈ ചെയ്യുന്നതിനനുസരിച്ച് അതിൻ്റെ കറസ്പോണ്ടിങ് വേവ് ലെങ്തിലുള്ള ലൈറ്റിനെ പ്രൊഡ്യൂസ് ചെയ്യാണ്. സോ നമ്മുടെ ഡയോഡിൻ്റെ ക്യാര പോലെ തന്നെ ഇരിക്കും അതിൻ്റെ IV ക്യാര എന്ന് പറയുന്നത്. ദേ നമ്മുടെ ഈ ഓപ്ഷൻ എ കാണുന്ന പോലെ ആയിരിക്കും. ഈ ഓപ്ഷൻ ഡിയിൽ കാണുന്നത് നമ്മുടെ ഏതാണ്ട് ടണൽ ഡയോഡിൻ്റെ ക്യാരയാണ്. ഓപ്ഷൻ ബിയിൽ കാണുന്നത് റിവേഴ്സ് ബയസിൽ കണക്ട് ചെയ്യുന്ന. റിവേഴ്സ് ബയസിൽ ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്? സെനർ നമ്മൾ പഠിച്ചു, ഫോട്ടോ ഡയോഡും പഠിച്ചു. സെനറിൻ്റെ ഇങ്ങനെ അല്ലല്ലോ, ഒരു സഡൻ ബ്രേക്ക് ഡൗൺ ഉണ്ടാവുന്നില്ലേ. അപ്പോൾ ഈ ഓപ്ഷൻ ബിയിൽ ഏകദേശം നമ്മുടെ ഫോട്ടോ ഡയോഡിൻ്റെ ക്യാര പോലെ ഇരിക്കും. ഫോട്ടോ ഡയോഡാണ് കേട്ടോ. സോ 24th ക്വസ്റ്റ്യൻ. സിംബോളിക് റെപ്രസെൻറ്റേഷൻ ഓഫ് ഫോട്ടോ ഡയോഡ്. അപ്പോൾ ഫോട്ടോ ഡയോഡിൻ്റെ സിംബോളിക് റെപ്രസെൻറ്റേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഫോട്ടോ ഡയോഡ് എന്ന് പറഞ്ഞാൽ ഫോട്ടോൺ സപ്ലൈ ചെയ്യുന്നുണ്ട്, റിവേഴ്സ് ബയസിലാണ് കണക്ട് ചെയ്യുന്നത്, ഔട്ട്പുട്ട് കിട്ടും. ഓപ്ഷൻ എ എന്ന് പറഞ്ഞാൽ എന്താണിത്? ഒരു സെനർ ഡയോഡിൻ്റെ സിമ്പിളാണ്. ഓപ്ഷൻ സി ആണ് ഫോട്ടോ ഡയോഡ് എന്ന് പറയുന്നത് അല്ലേ. ഇത് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് വേണമെങ്കിൽ പറയാം, ലൈറ്റ് എമിറ്റിംഗ് ഡയോഡിൻ്റെ പോലെ പറയാം. സിമ്പിൾ അകത്തേക്കാണ്. ഫോട്ടോൺസ് അപ്ലൈ ചെയ്യുമ്പോഴാണ് ഫോട്ടോൺസിനെ ഇലക്ട്രിസിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യുകയാണ്. സോ ഓപ്ഷൻ സി ആണ് ഡയോഡ്. അപ്പോൾ സിമ്പിൾസ് ഒക്കെ ഒന്ന് നോക്കി വെച്ചേക്കാം. പ്യുവർ ഫോം ഓഫ് സെമി കണ്ടക്ടറിന് നമ്മൾ പറയുന്ന പേരാണ് ഇൻട്രൻസിക്. ഡോപ്പിംഗ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് എക്സ്ട്രിൻസിക് ആയി. അത് തന്നെ പിന്നെ 2 ടൈപ്പാണ്, പി ടൈപ്പും എൻ ടൈപ്പും. അതായത് ഡോപ്പ് ചെയ്യുന്നത് പെൻറ്റാവാലൻ്റ് ഇമ്പ്യൂരിറ്റി ആണോ ട്രൈവാലൻ്റ് ആണോ എന്നനുസരിച്ച് പി ടൈപ്പ് എന്ന് എൻ ടൈപ്പ് എന്നുമാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. സോ ഇവിടെ പ്യുവർ ഫോം ഓഫ് സെമി കണ്ടക്ടർ ഈസ് ഇൻട്രൻസിക് സെമി കണ്ടക്ടറാണ്. സോ ഇൻ എ ഫുൾ വേവ് റെക്ടിഫയർ സർക്യൂട്ട് ഓപ്പറേറ്റിംഗ് ഫ്രം 50 Hz മെയിൻസ് ഫ്രീക്വൻസി, ദ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി ഇൻ ദ റിപ്പിൾ വുഡ് ബി. ഓക്കെ, റിപ്പിളിൻ്റെ ഫ്രീക്വൻസി എന്തായിരിക്കുന്നത് ചോദിച്ചിരിക്കുന്നത്. സോ ഫുൾ വേവ് റെക്ടിഫയർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻപുട്ടിൽ ഒരു സൈൻ വേവ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ 2 ഡയോഡ്സ് ആണുള്ളത്. 2 ഡയോഡ്സ് വെച്ചിട്ട് നമ്മൾ ഫുൾ വേവ് റെക്ടിഫിക്കേഷൻ നടത്താറുണ്ട്. 4 ഡയോഡ്സ് വെച്ചിട്ടുള്ള ബ്രിഡ്ജ് റെക്ടിഫയറും ഉണ്ട്. സോ ഫുൾ വേവ് റെക്ടിഫയറിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെയാണ് ഇരിക്കുക? എല്ലാം ഫുൾ നെഗറ്റീവിനെ അത് യൂണി ഡയറക്ഷനിലേക്ക് മാറ്റിയിട്ട് ഇങ്ങനെയാണ് ഔട്ട്പുട്ട് വരിക. അല്ലേ. അപ്പോൾ ഇവിടെ ഒരു സൈൻ വേവ്, ഇത്രയാണ് ഒരു സൈക്കിൾ എന്ന് പറയുന്നത്, ഫുൾ ഒരു സൈക്കിൾ എന്ന് പറയുന്നത്. ഇതിൻ്റെ ടൈം പീരീഡ് എടുത്തു കഴിഞ്ഞാൽ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ഈ 1/t ആയിരിക്കും. അതേസമയം ഇവിടെ ആണെങ്കിൽ ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ ഇത് ഇത്രയാണ്. പിന്നെ ഇവിടെ നിന്നാണ് റിപ്പീറ്റ് ചെയ്യുന്നത് അല്ലേ. സോ ഇതാണ് ഇവിടുത്തെ ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ T' എന്ന് പറഞ്ഞാൽ ഇതാണ്. സോ F' ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ 1/T' ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ടിയും ഈ T' തമ്മിലുള്ള റിലേഷൻ എന്താണ്? T' എന്ന് പറഞ്ഞാൽ ടിയുടെ വെറും ഹാഫ് ആവുന്നതേ ഉള്ളൂ അല്ലേ. T' എന്ന് പറഞ്ഞാൽ ടിയുടെ ഹാഫ് ആവുന്നേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ എന്താവും? ഡബിൾ ആവും അല്ലേ. ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ ഡബിൾ ആവും. T' എന്ന് പറഞ്ഞാൽ ടിയുടെ ഹാഫ് ആവുകയാണ്. ഓക്കെ, എനിക്ക് T' എന്ന് പറഞ്ഞാൽ 2t ആണ് അല്ലേ. ഇവിടുത്തെ T' എന്ന് പറഞ്ഞാൽ ടിയുടെ ഹാഫാണ്. T' നമ്മുടെ ഫസ്റ്റ് ടിയുടെ ഹാഫാണ്. ഇവിടെ ടി എന്ന് പറയുന്നത് ഇവിടം മുതൽ ഇവിടം വരെയുള്ള പോർഷനാണ്. ഓക്കെ, ഇതിൻ്റെ ആ ഫസ്റ്റ് ഹാഫ് മാത്രമേ ഉള്ളൂ T' എന്ന് പറഞ്ഞാൽ. T' T/2 ആണ്. സോ F' 1/T' ആണ്. T' എന്ന് പറഞ്ഞാൽ T/2 അല്ലേ. സോ T താഴെ വരും, 2 മേളിൽ വരും, 2/T ആണ്. 1/T F അല്ലേ. സോ 2/T 2F. സോ F' എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഔട്ട്പുട്ട് നമ്മൾ റെക്ടിഫിക്കേഷൻ ചെയ്ത് കിട്ടിയതിൻ്റെ ഔട്ട്പുട്ടിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 2 times of F ആണ്. ഇവിടെ F എന്ന് പറയുന്നത് 50 Hz ആണ്. സോ 2F എന്ന് പറഞ്ഞാൽ 50 × 2 100 എന്ന് പറയും. കാരണം എല്ലാം യൂണി ഡയറക്ഷനിലേക്ക് ആകുകയല്ലേ. സോ ഇവിടെ ടൈം പീരീഡ് എന്ന് പറയുന്നത് നേരത്തെ ഉള്ള ടൈം പീരീഡിൻ്റെ ഹാഫ് ആവുകയാണ്. അപ്പോൾ ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ എന്താവും? ഡബിൾ ആവും. 50 Hz എന്നുള്ളത് 100 Hz ആവും. സോ ആൻസർ ഈസ് 100. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു PN ജംഗ്ഷൻ ഡയോഡ് കണക്ട് ചെയ്തിട്ടുണ്ട്. റെക്ടിഫയർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. AC സോഴ്സ് ഇൻപുട്ടിൽ കണക്ട് ചെയ്യുന്നു. ഔട്ട്പുട്ടിലെ വേവ് ഫോം. ഇവിടെ ഒരു ഡയോഡല്ലേ ഉള്ളൂ. സോ ഒരു പോസിറ്റീവ് ഹാഫ് സൈക്കിൾ, സൈൻ വേവിൻ്റെ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വരുമ്പോൾ ഡയോഡ് കണ്ടക്ട് ചെയ്യും. നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വരുമ്പോൾ ഡയോഡ് കണ്ടക്ട് ചെയ്തില്ല, റിവേഴ്സ് ബയസിലായിരിക്കും, നമുക്ക് ഔട്ട്പുട്ട് കിട്ടത്തില്ല. പിന്നെ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വരുമ്പോൾ ഡയോഡ് കണ്ടക്ട് ചെയ്യും, നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. സോ ഔട്ട്പുട്ട് വേവ് ഫോം എങ്ങനെ ഇരിക്കും? ഓപ്ഷൻ ബി. അല്ലാതെ ഡയറക്റ്റ് പക്കാ DC സോഴ്സ് ആയിട്ട് നമ്മുടെ C പോലെ കിട്ടത്തില്ല, ഓപ്ഷൻ C പോലെ കിട്ടത്തില്ല, ഓപ്ഷൻ ബി പോലെയാണ് ആൻസർ കിട്ടുക. 28th ക്വസ്റ്റ്യൻ. വിച്ച് വൺ ഈസ് ഷോയിങ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ സെനർ ഡയോഡ്? സെനർ ഡയോഡിൻ്റെ ക്യാരി ഇതിൽ ഏതാണ്? സെനർ ഡയോഡ് എന്താ നമ്മൾ പറഞ്ഞത്? ഒരു സെനർ ഒരു പർട്ടിക്കുലർ വോൾട്ടേജിന് ശേഷം കറണ്ട് ഇൻക്രീസ് ചെയ്യുന്നു, വോൾട്ടേജ് ചേഞ്ച് ആവുന്നുണ്ടോ? ഇല്ല. സോ ഒരു പെർഫെക്റ്റ് ക്യാര എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ബി ആണ്. 29. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡയോഡ് എക്സിബിറ്റ്സ് നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയൻ ഇൻ ദ IV ക്യാരക്ടറിസ്റ്റിക്സ്? അത് ഏതാണ്? ഇതുവരെ നമ്മൾ പറഞ്ഞിട്ടില്ല. ടണൽ ഡയോഡാണ്.
സോ ടണൽ ഡയോഡിൻ്റെ ക്യാര കണ്ടോ, IV ക്യാര. ഇവിടെ ഒരു പർട്ടിക്കുലർ വോൾട്ടേജ് കണ്ടോ, അതിനെ എക്സ്, അതിനെ പീക്ക് പോയിന്റ് എന്നും ഈ Yയെ നമ്മൾ വാലി പോയിന്റ് എന്നുമാണ് പറയുന്നത്. അതുവരെ, അതിന് മുന്നു വരെ ഇത് നമ്മുടെ വോൾട്ടേജ് കൂടുന്നതിനനുസരിച്ച് കറണ്ട് കൂടിയാണ് വരുന്നത്. ഈ ഒരു പർട്ടിക്കുലർ റീജിയനിൽ എത്തുമ്പോൾ, അതായത് എക്സിനും വൈക്കും ഇടയിലുള്ള ഈ റീജിയൻ എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് കൂടുന്നതിനനുസരിച്ച് കറണ്ട് കുറയുകയാണ് ചെയ്യുന്നത് അല്ലേ. വോൾട്ടേജ് കൂടുമ്പോൾ കറണ്ട് കുറയുന്നു. ഓംസ് ലോ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. റെസിസ്റ്റൻസ്, ഇതിനെ നമ്മൾ നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയൻ എന്നാണ് പറയുന്നത്. കാരണം ഇവിടെ വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് കറണ്ടിൻ്റെ ഡിക്രീസാണ് സംഭവിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ വോൾട്ടേജും കറണ്ടും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ പോലെയാണ്. ഒന്ന് കൂടുമ്പോൾ ഒന്ന് കുറയുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ഒരു പിന്നെ കറണ്ട് കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യുകയാണ്. അപ്പോൾ ഇത് നെഗറ്റീവ് റീജിയൻ കാണിക്കുന്ന ഈ ഒരു പോർഷൻ ഉള്ളത് ആർക്കാണ്, ടണൽ ഡയോഡിനാണ്. അപ്പോൾ ടണൽ ഡയോഡ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നതും ഹൈ ഫ്രീക്വൻസി ആപ്ലിക്കേഷനാണ്. സോ നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ടണൽ ഡയോഡ് ഹാസ് എ വെരി ഫാസ്റ്റ് ഓപ്പറേഷൻ ഇൻ ദ ഡാഷ് ഫ്രീക്വൻസി റേഞ്ച്. ഏത് ഫ്രീക്വൻസി റേഞ്ചിലാണ്? ഹൈ ഫ്രീക്വൻസിയാണ്, അതായത് മൈക്രോവേവ് റേഞ്ചിലാണ് നമ്മൾ ടണൽ ഡയോഡ് യൂസ് ചെയ്യുന്നത്. ടണൽ ഡയോഡിന് നെഗറ്റീവ് റീജിയൻ ആണുള്ളത്. അത് പീക്ക് പോയിന്റ്, വാലി പോയിന്റ് എന്ന് പറഞ്ഞ 2 പോയിന്റ്സ് ഉണ്ട്. അതിനിടയിലുള്ള അത് നെഗറ്റീവ്, അതായത് വോൾട്ടേജ് കൂടുന്നതിനനുസരിച്ച് കറണ്ട് കുറയും. ആ റീജിയൻ നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയൻ എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ടണൽ ഡയോഡ് നമ്മൾ ഹൈ ഫ്രീക്വൻസി ആപ്ലിക്കേഷൻസിനാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ 30 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വളരെയധികം യൂസ് ആയെന്ന് വിശ്വസിക്കുന്നു. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഓൾ.